നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്റോറിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഹിസ്റ്റോറിയുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് BA ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ ട്രെൻഡ്സ് ഇൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന ഭാഗത്തിലെ വാട്ട് ഈസ് ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്റോറിയോഗ്രാഫി എന്നീ ടോപ്പിക്സ് ആണ്. നിങ്ങൾ ചരിത്ര വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഭാഗങ്ങൾ പഠിച്ചു പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ചരിത്രം അഥവാ വാട്ട് ഈസ് ഹിസ്റ്ററി എന്നാണ്. ചരിത്രത്തെ പ്രധാനമായും 3 രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. നമ്മൾ പൊതുവേ പറയും ഭൂതകാലമാണ് ചരിത്രമെന്ന്. പക്ഷേ ഭൂതകാലത്തിലെ എല്ലാ സംഭവങ്ങളും നമുക്ക് ചരിത്രമെന്ന് കണക്കാക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട, അതായത് ആരെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഭൂതകാലത്തിനെയാണ് നമുക്ക് ചരിത്രമെന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ആദ്യ കാലഘട്ടങ്ങളിൽ പുസ്തകങ്ങളിലായിരിക്കും, ചിലപ്പോൾ കല്ലുകളിലായിരിക്കും, അങ്ങനെ എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഭൂതകാലത്തിനെയാണ് നമ്മൾ ചരിത്രം എന്ന് വിളിക്കുന്നത്. ആ രീതിയിൽ നമുക്ക് ചരിത്രത്തെ വ്യാഖ്യാനിക്കാം, ഒന്നാമതായി. രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭൂതകാലമാണ്. ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചരിത്രകാരൻ ചരിത്രം എഴുതുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചിട്ടോ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ആധുനിക ചരിത്രം എഴുതുന്ന അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ ചരിത്രം എഴുതുന്ന ആൾ ആ കാലഘട്ടത്തെക്കുറിച്ച് മാത്രമായിരിക്കും ചരിത്രം എഴുതുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഭൂതകാലമാണ് ചരിത്രം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു തരത്തിൽ നമുക്ക് ചരിത്രത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നത് അതിജീവിക്കപ്പെട്ട ഭൂതകാലം. അതായത് ചില രേഖകൾ നമുക്ക് നശിക്കപ്പെട്ടു പോയിട്ടുണ്ടാവും, ചിലത് അതിജീവിക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ അതിജീവിക്കപ്പെട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള സോഴ്സസുകളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചരിത്രത്തെ റീകൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പുനർനിർമ്മിക്കുന്നത്. അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കും? രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഭൂതകാലമാണ് ചരിത്രം, തിരഞ്ഞെടുക്കപ്പെട്ട ഭൂതകാലമാണ് ചരിത്രം, അതിജീവിക്കപ്പെട്ട ഭൂതകാലമാണ് ചരിത്രം. അല്ലാതെ ഭൂതകാലത്തെ മുഴുവനായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ചരിത്രം എന്ന രീതിയിൽ കണക്കാക്കാൻ പറ്റില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചരിത്രത്തെ പുനർനിർമ്മിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചരിത്രവും ചരിത്രരചന ശാസ്ത്രവും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് പഠിച്ചു. അതായത് ഭൂതകാലഘട്ടത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതിനെ നമുക്ക് ചരിത്രം, അതായത് ഭൂതകാലഘട്ടത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള എന്തിനേയും നമുക്ക് ചരിത്രം എന്ന് പറയാം. പക്ഷേ ചരിത്രരചന ശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസിപ്ലിൻ, ഒരു അക്കാദമിക് ഡിസിപ്ലിൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വിജ്ഞാന ശാഖ എന്ന രീതിയിൽ നമ്മൾ ചരിത്രത്തെ പഠിക്കാൻ ആരംഭിച്ചപ്പോൾ മുതലാണ് ചരിത്രരചന ശാസ്ത്രം. അതായത് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററിയാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ആർട്ട് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററിയാണ് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറയുന്നത്. ഭൂതകാലത്തിലെ അനുഭവങ്ങളുടെ പഠനമല്ല ചരിത്രം എന്ന് പറയുന്നത്, മറിച്ച് ചരിത്രകാരന്മാർ ആ ഒരു പ്രത്യേക കാര്യത്തിന് നൽകുന്ന വ്യാഖ്യാനം. ഇപ്പം ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു ചരിത്രകാരൻ പഠനം നടത്തുമ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് ആ ചരിത്രകാരൻ അതിന് നൽകുന്ന വ്യാഖ്യാനത്തിലൂടെയാണ് നമ്മൾ ആ കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ വ്യാഖ്യാനത്തിനാണ് എവിടെ പ്രാധാന്യം? ചരിത്രരചനാ ശാസ്ത്രത്തിൽ പ്രാധാന്യം. 19-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലാണ് ഒരു പഠനശാഖ എന്ന രീതിയിൽ എന്തുത്ഭവിച്ചത്? നമ്മുടെ ചരിത്രരചനാ ശാസ്ത്രം ഉത്ഭവിച്ചത്. ഇതെന്ന് പറയുന്നത് എൻലൈറ്റ്മെൻറ്റിൻ്റെ അഥവാ ജ്ഞാനോദയത്തിൻ്റെ കാലഘട്ടത്തിലാണ് ചരിത്രരചനാ ശാസ്ത്രം ആരംഭിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ചരിത്രകാരൻ ഭൂതകാലത്തെ അതുപോലെ പുനർനിർമ്മിക്കുകയല്ല. അത് നമുക്ക് അസാധ്യമാണ്, അല്ലേ? നമുക്കറിയാം, നമ്മൾ ജീവിച്ച ഒരു കാലഘട്ടത്തിലെ കാര്യമല്ല ചരിത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്. അപ്പോൾ ചരിത്രകാരൻ അവിടെ പോയി വിവിധ തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുകയും അതിനുശേഷം വ്യാഖ്യാനിക്കുകയാണ്. ഇങ്ങനെയാണിക്കാം ചിലപ്പോൾ സംഭവിച്ചത്. അതായത് ചരിത്രകാരൻ പറയുന്നത് ആ കാലഘട്ടത്തിൽ നടന്നൊരു കാര്യം ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചത് എന്നുള്ളൊരു വ്യാഖ്യാനമാണ് അവിടെ നടത്തുന്നത്. അല്ലാതെ ചരിത്രത്തെ അതേപടി പുനർനിർമ്മിക്കുകയല്ല ചെയ്യുന്നത്. ഭൂതകാലവും വർത്തമാനകാലവും തമ്മിലുള്ള നിരന്തരമായ സംവാദമാണ് ചരിത്രം എന്നാണ് ഒരു ചരിത്രകാരൻ അഭിപ്രായപ്പെടുന്നത്. അതായത് ഭൂതകാലവും വർത്തമാനകാലവും, ഭൂതകാലം എന്ന് പറയുന്നത് പാസ്റ്റ്, വർത്തമാനം എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്. ഇപ്പോൾ ഹിസ്റ്ററി ഈസ് ദ അൺഎൻഡിങ് ഡയലോഗ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എന്നാണ് ഒരു ചരിത്രകാരൻ പറയുന്നത്. ഒരു ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സത്യം കണ്ടെത്തുക. എന്താണ് ഭൂതകാലത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് വിശദമായി പഠനം നടത്തിയ ശേഷം സത്യം എന്താണെന്ന് കണ്ടെത്തുകയാണ് അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനായിട്ട് ചരിത്രകാരൻ ഉപയോഗിക്കുന്നത് വസ്തുതകളും തെളിവുകളുമാണ്. വസ്തുത എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയാണ്. തെളിവുകൾ എന്ന് പറയുന്നത് അതിനായിട്ട് ആ വസ്തുത കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപാദാനങ്ങളാണ് എന്ത്? തെളിവുകൾ എന്ന് പറയുന്നത്. ഉപാദാനങ്ങൾ അല്ലെങ്കിൽ സ്രോതസ്സുകൾ. ഒരു കാര്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്ന ഉപാദാനങ്ങളാണ് തെളിവുകൾ എന്ന് പറയുന്നത്.
ഇനി പറയാൻ പോകുന്നത് ഒരു ചരിത്രകാരൻ ചരിത്രരചന നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. അതിലൊന്ന് എന്ന് പറയുന്നത് ഉപാദാനങ്ങളുടെ വിശ്വാസ്യതയാണ്. രണ്ടാമതായി ചരിത്രരചനാ രീതി. 3 ധാർമ്മിക പ്രശ്നങ്ങൾ. 4 എന്ന് പറയുന്നത് ചരിത്രപരമായ ബൃഹത് വ്യാഖ്യാനങ്ങളാണ്. അതിൽ ഉപാദാനങ്ങളുടെ വിശ്വാസ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിത്രകാരൻ സ്വീകരിക്കുന്ന തെളിവുകൾ, നമ്മൾ ഒരു ചരിത്രം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഉപാദാനങ്ങൾ അല്ലെങ്കിൽ തെളിവുകളാണ് നമ്മളെ ചരിത്രത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സത്യം കണ്ടെത്താൻ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് അത്രത്തോളം വിശ്വാസയോഗ്യമായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്, ചരിത്രകാരൻ ചരിത്രരചന നടത്താൻ സ്വീകരിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് രണ്ടാമതായി ചരിത്രകാരൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. മൂന്നാമതായി ധാർമ്മിക പ്രശ്നങ്ങൾ. ചരിത്രകാരന് മോറൽ വാല്യൂസ് എപ്പോഴും മുൻഗണന കൊടുക്കണം. അതായത് ചില കാര്യങ്ങളോട് ഒരു മുൻവിധിയോട് കൂടിയിട്ട് ചരിത്രത്തെ സമീപിക്കുക എന്ന് പറയുന്നത് അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അപ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ്. ചരിത്രകാരൻ എപ്പോഴും മുൻവിധികളില്ലാതെയായിരിക്കണം ചരിത്രരചന നടത്തേണ്ടത്. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ ശ്രമിച്ചത്. പ്രധാനമായിട്ടും ഹിസ്റ്ററി എന്താണ്, ഹിസ്റ്റോറിയോഗ്രാഫി എന്താണ്, ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.